IPL 2026 തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 201 റൺസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ബാറ്റിംഗിനിറങ്ങിയ RCBക്കായി ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടി ടീമിന് 6 വിക്കറ്റ് വിജയം സമ്മാനിച്ചു. വെറും 15.4 ഓവറിലാണ് RCB തങ്ങളുടെ ചേസിംഗ് പൂർത്തിയാക്കിയത്. തുടക്കത്തിൽ തന്നെ ഓപ്പണർ ഫിൽ സാൾട്ടിനെ നഷ്ടമായ RCBക്ക് വേണ്ടി വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും മിന്നുന്ന തുടക്കമാണ് നൽകിയത്. വെറും 26 പന്തിൽ 61 റൺസാണ് പടിക്കൽ നേടിയത്. പടിക്കലും കോഹ്ലിയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ വെറും 45 പന്തിൽ 101 റൺസാണ് ടീമിന് വേണ്ടി നേടിയത്. പടിക്കൽ പുറത്തായ ശേഷം കോഹ്ലിയും രജത് പടിദാറും ചേർന്ന് വെറും 22 പന്തിൽ 53 റൺസ് നേടുകയുണ്ടായി. വെറും 12 പന്തിൽ നിന്നും 31 റൺസ് നേടിയ ശേഷമാണ് പടിദാർ മടങ്ങിയത്. പടിദാർ പുറത്തായ തൊട്ടടുത്ത പന്തിൽ തന്നെ ജിതേഷ് ശർമ്മയെ പുറത്താക്കി ഡേവിഡ് പെയിൻ RCBക്ക് തിരിച്ചടി നൽകി. 33 പന്തിൽ തൻ്റെ 50 പൂർത്തിയാക്കിയ വിരാട് കോഹ്ലിക്ക് പിന്തുണയുമായി ടിം ഡേവിഡും രംഗത്തെത്തിയപ്പോൾ 26 പന്ത് ശേഷിക്കെ RCBക്ക് മിന്നും വിജയം നേടാനായി. 16-ാം ഓവറിൽ ഹർഷൽ പട്ടേലിനെ ഒരു സിക്സും തുടരെ 3 ബൗണ്ടറിയും പായിച്ച വിരാട് കോഹ്ലി 38 പന്തിൽ പുറത്താകാതെ 69 റൺസുമായി വിജയം പിടിച്ചടക്കുകയായിരുന്നു. ടിം ഡേവിഡ് 10 പന്തിൽ 16 റൺസും നേടി. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു. ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയ്ക്കും ട്രാവിസ് ഹെഡിനും കാര്യമായ സംഭാവന നൽകാൻ സാധിച്ചില്ല. തുടർന്നെത്തിയ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ 38 പന്തിൽ 80 റൺസ് നേടി. ഇഷാൻ കിഷന്റെ ബാറ്റിൽ നിന്നും 8 4-ഉം 5 സിക്സറുകളുമാണ് പറന്നത്. ഹെൻറിച്ച് ക്ലാസൻ 22 പന്തിൽ 31-ഉം അവസാന ഓവറുകളിൽ ആളിക്കത്തിയ അങ്കിത് വർമ്മ വെറും 18 പന്തിൽ 43 റൺസും നേടി. മിന്നുന്ന പ്രകടനത്തിലൂടെ കോഹ്ലിയും കൂട്ടരും തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത്തവണയും കഴിഞ്ഞ തവണത്തേതുപോലെ കിരീടം നിലനിർത്താൻ RCBക്കാകുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.